നമസ്കാരം. വഖഫ് ബില്ല് പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത എതിർപ്പിനിടയിലും പാർലമെന്റിൽ എത്തിക്കുവാനായി കേന്ദ്ര സർക്കാർ നീക്കം നടത്തുകയാണ്. ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിനമായിരിക്കും കേന്ദ്ര സർക്കാർ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുക. ബിൽ കൊണ്ടുവരാൻ തയ്യാറെടുക്കുമ്പോൾ എല്ലാ ചർച്ചകളിലും പങ്കെടുക്കണമെന്നാണ് കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കുന്നത്. അതേസമയം വഖഫിൽ ക്രൈസ്തവ സഭകളുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ, വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കാത്ത എംപിമാരെ ബഹിഷ്കരിക്കാനാണ് അവരുടെ തീരുമാനം. ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സ് നേതൃയോഗമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് മുനമ്പത്ത് വന്ന് തങ്ങൾക്ക് പിന്തുണ അറിയിച്ചവർ പാർലമെന്റിലും ആ നിലപാട് സ്വീകരിക്കണമെന്നാണ് ആക്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ നിലപാടനുസരിച്ചായിരിക്കും അവരോടുള്ള ഭാവി സമീപനം. പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്ന ദിവസം പ്രാർത്ഥനാ ദിനമായി ആചരിക്കുമെന്നും അവർ പറയുന്നുണ്ട്. ലോകസഭയുടെ പ്രതിവാര അജണ്ട തീരുമാനിക്കുന്ന സ്പീക്കർ ഓം ബിർള നയിക്കുന്ന പാനലായ ലോകസഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ചൊവ്വാഴ്ച യോഗം ചേരുകയും വഖഫ് ബില്ലിന്റെ ചർച്ചയുടെ ഷെഡ്യൂൾ ചർച്ച ചെയ്യാനുമാണ് സാധ്യത. ബഡ്ജറ്റ് സമ്മേളനത്തിൽ 4 ദിവസം കൂടി ശേഷിക്കെ കുറച്ച് ബില്ലുകൾ കൂടി പാസാക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. 2024 ഗോവ സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളിലെ പട്ടികവർഗ പ്രാതിനിധ്യ പുനഃക്രമീകരണ ബില്ല് ചൊവ്വാഴ്ച ലോകസഭയിൽ പട്ടികപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ട ഭയത്തിന് സമാനമായ ബില്ലിനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന നുണകൾ എന്നും കേന്ദ്രമന്ത്രി പറയുന്നുണ്ട്. വഖഫ് ബില്ലിനെ കുറിച്ച് നുണകൾ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നും ലൗഡ് സ്പീക്കറുകളിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. വിവാദമായ ബില്ല് ആഗസ്റ്റിലാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. വഖഫ് നിയമത്തിലെ വ്യവസ്ഥകളിൽ 40 ഭേദഗതികൾ നിർദ്ദേശിക്കുന്ന ബില്ല് വഖഫ് ബോർഡുകളുമായി മുസ്ലിം സ്ത്രീകളും അമുസ്ലിങ്ങളും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നത് പോലെയുള്ള പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് ചാരിറ്റബിൾ എൻഡോമെന്റുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ വഖഫ് ബോർഡുകളുടെ നിയന്ത്രണത്തിലും ഭരണത്തിലും സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. 2006 രജീന്ദർ സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശകൾക്കനുസൃതമായി പുരാതനവും സങ്കീർണവുമായ ഒരു സംവിധാനത്തെ ബിൽ ആധുനികവൽക്കരിക്കുമെന്നാണ് സർക്കാർ വാദിക്കുന്നത്. എന്നാൽ ബില്ലിന് കൂടുതൽ സൂക്ഷ്മ പരിശോധന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് മുസ്ലിം സമൂഹങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം കേന്ദ്രത്തെ പിന്തുണയ്ക്കുന്ന JDU, TDP, LJP, RLD പാർട്ടികളിൽ ബില്ലിന്റെ കാര്യത്തിൽ ഭിന്നസ്വരം നിലനിൽക്കുന്നുണ്ട്. ബില്ലിനെ JDU പിന്തുണച്ചാൽ 17.6% മുസ്ലിം സാന്നിധ്യമുള്ള ബീഹാറിൽ JDUവിന്റെ മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളൽ വീണേക്കാം. ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, ചിരാഗ് പസ്വാൻ, ജയന്ത് ചൗധരി എന്നിവർ പറഞ്ഞാൽ ബിൽ കൊണ്ടുവരില്ല എന്ന് മുസ്ലിം പേഴ്സണൽ ലാ ബോർഡ് നേതാക്കളും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.